നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതം ഇത്രയൊക്കെ മുന്നേറിയിട്ടു ആ മുന്നേറ്റം എന്നതിലെ വൈരുദ്ധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, എങ്ങനെയാണ് ഇത് അതിജീവിക്കപ്പെടുക, അതേക്കുറിച്ചുള്ള സംവാദമാണ്, ആലോചനയാണ്, അന്വേഷണമാണ് ഈ ഒരു പ്രബുദ്ധ സദസ്സിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരും. അങ്ങനൊരു വിഭജനം അപ്രസക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു നിന്ന് ഒരൊറ്റ ഉടലും ഒരൊറ്റ മനസ്സുമായി ഇതിനെതിരെ പ്രതികരണത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റുകൾ കെട്ടഴിച്ചു വിടാൻ കഴിയുന്നവരാണ്. പക്ഷെ ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്ന പിന്മടക്കമില്ലാത്തൊരു പ്രതിജ്ഞയാണ് ഈ ഒരു ഒത്തുചേരലിൽ ആദ്യമായി ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോഴും ആ വിചാരത്തെ വേവലാതിപ്പെടുത്തുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഉൾപ്പെടെ ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന അത്ര ലളിതമായ ഒന്നല്ല. അത് വളരെ സങ്കീർണമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം അത് തകർക്കപ്പെടുകയില്ല. ചിലതൊക്കെ അങ്ങനെയാണ്, തിരിച്ചറിഞ്ഞാൽ മതി, അത് തകർക്കപ്പെടും. എന്നാൽ എത്ര തന്നെ തിരിച്ചറിഞ്ഞാലും ആ അറിവ് കൊണ്ട് മാത്രം അതിജീവിക്കാനാവാത്ത ഒന്നാണ്. അംബേദ്കറുടെ ഒരു പ്രയോഗം കടമെടുത്താൽ നമ്മുടെ യാത്രയിൽ നമ്മൾ എവിടെയൊക്കെ വളവ് തിരിവുകളുണ്ടോ അവിടെയൊക്കെ നമ്മുടെ യാത്രയ്ക്ക് മുമ്പിൽ കുറുകെ കിടക്കുന്ന ഭീകരനായ ജനായത്ത മതനിരപേക്ഷ മാനവിക മൂല്യങ്ങളെയൊക്കെ കൊലവിളിക്കുന്ന ആ ശത്രുവിനെ നേരിടാതെ സാമൂഹ്യ പരിഷ്കാരമോ സാമ്പത്തിക പരിഷ്കാരമോ രാഷ്ട്രീയ പരിഷ്കാരമോ സാധ്യമാവില്ല എന്ന് കൃത്യം ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊന്നുകൂടി കൂട്ടിച്ചേർക്കാം, ജാതിയെ എതിർക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് എൻ്റെ അസ്ഥിയിൽ തൊട്ട് പറയാൻ പറ്റും, ഞാൻ ജാതിയെ അതിൻ്റെ സകലമാന പ്രത്യക്ഷ പ്രച്ഛന്ന രൂപങ്ങളെയും എതിർക്കാൻ തീരുമാനിച്ച ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള എല്ലാവരെ പോലെ തന്നെ ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തതോട് മാത്രം ജാതിയെ പൂർണ്ണമായിട്ട് എതിരിടാൻ പറ്റില്ല. ആനന്ദ് തെന്തുൽക്കറുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം ജാതിയെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചത് പെർസിസ്റ്റൻസ് ഓഫ് കാസ്റ്റ് എന്നാണ്. ജാതിയുടെ വിടാപ്പിടി. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സദസ്സിലിരിക്കുന്നവരും ഞാനും എല്ലാം ജാതിയെ വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ജാതി നമ്മളെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ നിൽപ്പിൽ, നമ്മുടെ സംഭാഷണത്തിൽ, നമ്മുടെ മൗനങ്ങൾ എല്ലാത്തിലും അത് പലതരത്തിൽ കടന്നു വരുന്നു. നമ്മൾ ഉച്ചരിക്കുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒറ്റിക്കൊടുക്കുക. ഞാൻ ജാതിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നൊരു വാക്ക്, ഞാൻ ജാതിക്ക് ആത്മാർത്ഥമായിട്ട് എതിരായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നൊരു വാക്ക് എൻ്റെ ഒരു തമാശ, നിരുപദ്രവം എന്ന് കരുതുന്ന ഒരു പ്രയോഗം, അതൊക്കെ ആയിരിക്കും എന്നെ ഒറ്റ കൊടുക്കുക. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ വഴി വിലങ്ങി നിൽക്കുന്ന ഒരു ഭീകരത എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മയാണ്. എന്നാൽ ജാതി മേൽക്കോയ്മ രക്ഷപ്പെടാൻ വേണ്ടി നിരവധി തരത്തിലുള്ള സൂത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ ചൂണ്ടിക്കാണിച്ചു, അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു, ഇതൊരു ഭ്രാന്താലയം അല്ല. ജാതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭ്രാന്ത് ഉൽപാദനത്തിൻ്റെ സ്രോതസ്സാണ്. അതുകൊണ്ട് അയിത്തം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടാൽ പോരാ, ജാതിയുടെ പേരിലുള്ള ആക്ഷേപങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടാൽ പോരാ, പ്രത്യക്ഷ വിവേചനങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടാൽ പോരാ, ജാതി നിർമൂലനം, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അംബേദ്കറുടെ പുസ്തകത്തിന് തന്നെ ഒരു പശ്ചാത്തലമുണ്ട്. അത് ജാതിയെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ജത്പത് തോടക് മണ്ഡൽ എന്ന ആര്യ സമാജിന്റെ ജാതി നശീകരണ സഭയുടെ അപേക്ഷ പ്രകാരം അതിൽ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കുറിപ്പ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിലെ ചില പ്രയോഗങ്ങൾ ജാതിയുടെ ചങ്കിൽ തുളച്ചു കിടക്കുന്ന, ജാതി എങ്ങനെയാണ് സൈദ്ധാന്തികവൽക്കരിക്കപ്പെടുന്നത്
എന്നതിൻ്റെ സ്രോതസ്സിലേക്ക് കുത്തിക്കയറുന്ന അംബേദ്കറുടെ വാക്കുകൾ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ വാക്കും മാറ്റുകയില്ല എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട, ഒന്നുകൂടി ഞാൻ അടിവരയിടാണ്, ജാതി നശീകരണ പ്രസ്ഥാനമാണ് ജത്പത്തോടക് മണ്ഡൽ. അവരാണ് വിളിച്ചത്. ആ ജാതി നശീകരണ പ്രസ്ഥാനത്തിന് ജാതിക്കെതിരായ ഒരു പ്രഭാഷണം ക്ഷണിക്കപ്പെട്ട ആ കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു വെർസറ്റൈൽ ജീനിയസിൽ നിന്ന് എങ്കിൽ വേണ്ട എന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അതാണ് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ നിർമൂലനം. നമ്മുടെ ഭരണഘടന പോലും അയിത്തം ഉൾപ്പെടെയുള്ള ജാതിയുടെ അതിക്രമങ്ങളെയാണ്, അതിൻ്റെ തേറ്റകളെയും ദംഷ്ടകളെയുമാണ് അഭിമുഖീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഒരു തേറ്റ പറിച്ചെടുത്താൽ തൽസ്ഥാനത്ത് 1000 തേറ്റകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ അസാധാരണമായ ഊർജ ശേഷി അത് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് വരെ ഇന്ത്യൻ സമൂഹത്തിൽ പ്രകടമായി തന്നെ പല സ്ഥലത്തും ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഭ്രാന്തിൻ്റെ പേരിൽ കൊലകൾ നടക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. നമ്മുടെ പഴയ ആത്മഹത്യയും പഴയ കൊലപാതകവും ചുള്ളിക്കാടിൻ്റെയൊക്കെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, ആത്മഹത്യക്കും കൊലക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. ആ അവസ്ഥ അവസാനിച്ചു. കൊലപാതകങ്ങളില്ല എന്നല്ല, ആത്മഹത്യ ഇല്ല എന്നല്ല. എന്നാൽ ആത്മഹത്യ നമുക്ക് കൃത്യം അടയാളപ്പെടുത്താൻ പറ്റും, കൊലപാതകം നമുക്ക് കൃത്യം അടയാളപ്പെടുത്താൻ പറ്റും. എന്നാൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട കൊലകൾ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മർഡർ, അവിടെയാണ് നമ്മൾ രോഹിത് വെമുല ഒരു പാഠപുസ്തകമാണ്. ഒരു പാഠപുസ്തകം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. രോഹിത് വെമുല എഴുതിയ സൂയിസൈഡൽ നോട്ട്, ആത്മഹത്യാക്കുറിപ്പ്, അതിനങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് കുട്ടികൾ പഠിക്കേണ്ടതാണ്, മുതിർന്നവർ പഠിക്കേണ്ടതാണ്, അധ്യാപകർ പഠിക്കേണ്ടതാണ്, പൊതുപ്രവർത്തകർ പഠിക്കേണ്ടതാണ്, എല്ലാവരും പഠിക്കേണ്ട ഒന്നാണ്. തിലകനൊക്കെ പറയുന്നുണ്ട്, ലോകമാന്യ തിലകൻ. അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യക്ക് ഒരൊറ്റ ലോകമാന്യ തിലകനേ ഉള്ളൂ. അത് ലോകമാന്യ ബാലഗംഗാധര തിലകനല്ല. അത് ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയുകയുണ്ടായി. ജന്മം തന്നെ അവകാശമായി തീർന്നപ്പോൾ എൻ്റെ ജന്മമാണ് എൻ്റെ അന്ത്യത്തിന് കാരണം എന്ന് എഴുതി വച്ചിട്ടുണ്ട് രോഹിത് വെമുല. ചിലർക്ക് ജന്മം അഭിമാനകരമാണ്, അവർക്കത് അവകാശമാണ്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മം തന്നെ, അവരുടെ ജീവിതം തന്നെ, അവരുടെ മരണവും അവഹേളനത്തിനും ആക്ഷേപത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ ജാതിയെ എതിർക്കുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി ഈ ഭ്രാന്തുൽപാദനം പ്രകടമായി ഏതെങ്കിലും ഒരാളുടെ സ്ഥാപനവൽകൃത കൊലയിൽ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളിൽ അവസാനിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്, അപ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുമ്പോഴും നമ്മളുടെ പ്രതികരണത്തിന് അടിസ്ഥാനമായ ജനവിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അധിനിവേശത്തെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, അവർ സമാധാന കരാറിൽ ഒപ്പിടുമ്പോഴും ഓവർ ടൈം നൽകിക്കൊണ്ട് ആയുധം ഉൽപ്പാദിപ്പിക്കുകയായിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നുള്ളത് ഒരു പൊട്ടിത്തെറിക്കിടയിലുള്ള ഇടവേള മാത്രമാണ്. എന്നാൽ ജനായത്തത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നുള്ളത് ഇടവേളകളില്ലാത്ത ഒന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജാതിക്കെതിരെ പ്രതികരിക്കുന്ന ഞാൻ തന്നെ തുടങ്ങിയത്, നമ്മളൊക്കെ ജാതിക്കെതിരെ പ്രതികരിക്കുമ്പോഴും ജാതി എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അത് വെറും തിരിച്ചറിവ് കൊണ്ട് തകർക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരൊറ്റ ഉദാഹരണം പറയാം. അത് ജാതി ചികിത്സാ സംഗ്രഹം എഴുതിയ സഹോദരൻ അയ്യപ്പൻ്റെ ആ പേര് തന്നെ. ഇന്ത്യക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രോഗം ജാതിയാണ്. അതെങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സഹോദരൻ അയ്യപ്പൻ്റെ 5-8 വരി മാത്രമുള്ള, 8 വരി ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ജാതിബോധ ശീലങ്ങൾ മാറിയാൽ മനുഷ്യനെ മനുഷ്യനായി കാണും, ആരോഗ്യമാർന്നിടും. ഇന്ത്യക്കാർക്ക് ആരോഗ്യം ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല വഴി
ജാതിബോധശീലങ്ങൾ മാറണം. ജാതിബോധശീലങ്ങൾ മാറിയാൽ മനുഷ്യൻ ആദ്യമായി മനുഷ്യനെ മനുഷ്യനായി കാണും, ആരോഗ്യമാർന്നിടും. നരന്റെ ഗുണദോഷങ്ങൾ മഹത്വം അല്പത്തരങ്ങളും അവന്റെ ജാതി നോക്കാതെ കണ്ടിടും ജാതി പോയവർ. എത്ര വിദ്യ പഠിപ്പിലും എത്ര ബുദ്ധി വളർന്നിലും ജാതി പോകാതെ ആ സിദ്ധി കൈവന്നീടിൽ ഒരുത്തനും. അതാണ് റാം നമ്പ്യാർ പ്രവൃത്തികൾ ഡെന്റൽ കോളേജിൽ അടയാളപ്പെടുത്തിയത്. എത്ര വിദ്യ പഠിപ്പിലും എത്ര ബുദ്ധി വളർന്നാലും ജാതി പോകാതെ ആ സിദ്ധി കൈവന്നീടിൽ ഒരുത്തനും. ഒരു റാമിനും ഒരു നമ്പ്യാർക്കും ഒന്നും ജാതി പോകുന്നില്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ആ മഹത്തായ സിദ്ധി, അതാണ് ജീവിതത്തിൻ്റെ സാഫല്യം, അതാണ് ജീവിതത്തിൻ്റെ അഭിമാനം, ആഹ്ലാദം. സാങ്കല്പികമായി പോലും ഒരു മനുഷ്യൻ എൻ്റെ കാൽച്ചുവട്ടിലുണ്ടെങ്കിൽ ആ മനുഷ്യനേക്കാൾ ഞാൻ അസ്വതന്ത്രനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരറിവാണ് വിമോചനാത്മകമായ അറിവ്. ഒരു ചെറിയ മൃഗത്തെ വലിയൊരു മനുഷ്യനാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസ് അതേക്കുറിച്ചൊന്നും പറഞ്ഞ തീരില്ല. അടച്ചുപൂട്ടി ക്യാമ്പസുകൾ അടിച്ച് തകർക്കാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഒരു തീവ്രവാദമാണ്. ഇത് ഈ കാലത്തെ പരമാവധി മിതവാദമാണ്. കാരണം പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പഠനം എന്നൊക്കെ പറഞ്ഞാൽ വീർപ്പുമുട്ടിക്കുന്നൊരവസ്ഥയാണ്. ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ ഒക്കെ പ്രതീക്ഷയായിട്ടാണ് അവരവിടേക്ക് എത്തുന്നത്. എന്നിട്ട് അവരുടെ നേരെയാണ് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടവർ, അവർക്ക് പ്രതിസന്ധിയിൽ തുണയാവേണ്ടവർ. അങ്ങനെയുള്ള അധ്യാപകരാണ് പീഡകരായിട്ട് മാറുന്നത്. അതിനവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത്? സ്വാഗതപ്രസംഗത്തിലൊക്കെ പറഞ്ഞു നമ്മൾ ഈ പ്രബുദ്ധ കേരളം തന്നെയാണ്. പക്ഷേ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള ധൈര്യം കിട്ടുന്നത്? ആ ധൈര്യം കിട്ടുന്നത് നമ്മുടെ അരാഷ്ട്രീയ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ അലസതകളിൽ നിന്നും ഉദാസീനതകളിൽ നിന്നും. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജർമ്മനിയിൽ വലിയൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനിടയാക്കിയൊരു സംഭവമുണ്ട്. എഡ്ഗാർ ആൻസൽ മോറർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായൊരു പത്രപ്രവർത്തകൻ, അയാൾ 30കളിൽ ജർമ്മനിയിൽ നിൽക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വൈമർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ജനാധിപത്യം കൂടുതൽ ജനായത്വം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ജർമ്മനിയിലെ വൈമർ റിപ്പബ്ലിക് ഒരു അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനി ഫാസത്തിലേക്ക് പോവുകയാണ്, ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ എന്ന് എഡ്ഗാർ ആൻസൽ മോറർ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ജർമ്മനി പുസ് ദി ക്ലോക്ക് ബാക്ക്. അവർ ജനായത്വത്തിൽ നിന്ന് കാലഘടികാരം തിരിച്ചു വച്ചിരിക്കുകയാണ്, ഫാസത്തിലേക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആ കാലത്ത് ജർമ്മൻകാർക്കിടയിൽ ഒരു ചൊല്ല് രൂപപ്പെട്ടിരുന്നു. ആ ചൊല്ല് ഒരു മേശയ്ക്ക് ചുറ്റും 9 ആളിരുന്ന് ചായ കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് 10ാമനായി ഒരു നാസി കടന്നു വന്നു. ആ നാസിയുടെ അഭിപ്രായങ്ങളെ ഒരു വിമർശനവും കൂടാതെ ഈ 9 ആളുകൾ കേട്ടിരുന്നു. ആ ചൊല്ല് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെയാണെങ്കിൽ ആ മേശയ്ക്ക് ചുറ്റും ഇപ്പോഴുള്ളത് 10 നാസികളാണ്. If 9 people sit down at a table with one Nazi without protest, there are 10 Nazis at a table. അതുപോലെ നിങ്ങളുടെ എൻ്റെയൊക്കെ അലസത തീവണ്ടി യാത്രക്കിടയിൽ, ബസ് യാത്രക്കിടയിൽ, ബസ് സ്റ്റോപ്പിൽ, വിദ്യാലയത്തിൽ, തൊഴിൽ കേന്ദ്രങ്ങളിൽ, സ്വറ കേന്ദ്രങ്ങളിൽ പലതും പറഞ്ഞ് അവസാനം കിമ്പളേ ഉണ്ടാവുള്ളൂ എന്നതിൻ്റെ താഴെ കുലുക്കി കൊടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മനുഷ്യന്റെ തല മാറുന്ന അവമാനകരമായ അവസ്ഥ. അപ്പം നമ്മൾ കട്ട് ചെയ്യണം. നമ്മുടെ ജീവിതം, നമ്മുടെ ചരിത്രമാണ് സാക്ഷി. നമ്മൾ വസിക്കുന്നത് സഹവസിക്കുന്നത് കൊണ്ടാണ് എന്ന ഏറ്റവും വലിയ തത്വം
ജാതിയുടെ മതത്തിൻ്റെയൊക്കെ അതിർത്തിക്കപ്പുറം മനുഷ്യർ എന്ന അർത്ഥത്തിൽ നമുക്കറിയാം ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇത്തരം അടച്ചുപൂട്ടി ക്യാമ്പസുകൾക്കകത്ത് അരക്ഷിതത്വം, ഭയം, അടുത്ത സുഹൃത്തിനോട് പോലും താൻ അനുഭവിച്ച പരാധീനതകൾ പറയാമോ എന്ന പേടി. ഇതാണ് ക്യാമ്പസുകളിലെ ഭീകരരെ, അവരെ ഭീകരരെന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, നിലനിർത്തുന്നത്. അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ വേണം. ഇത്തരം അടച്ചുപൂട്ടി ക്യാമ്പസുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടിച്ചു പൊളിക്കുക എന്നുള്ളത് കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ വളരെ മിതവാദിയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷേ സാമ്പത്തിക പ്രശ്നം നമ്മുടെ നാട്ടിൽ, ഞാൻ പത്രമൊക്കെ വായിക്കുന്ന ഇപ്പോഴും തുടരുന്ന ഒരാളാണ്. അതിൽ ഞാൻ കാണുന്നത് 2 കോടി വേണം ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാറ്റി വെക്കാൻ. അത് സോഷ്യൽ മീഡിയയിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു. 2.5 കോടി കിട്ടുന്നു, 1/2 കോടി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ സാമ്പത്തികമായി സഹായിക്കാൻ പേര് പോലും പരസ്യപ്പെടുത്താത്ത എത്രയോ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നല്ല ഒരു 14,000 ഉറുപ്പ്യ. അതുകൊണ്ട് സാമ്പത്തികമൊന്നുമല്ല പ്രശ്നം. ഒരു രക്ഷയുമില്ലാതെ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി കേരളത്തിലെ പ്രബുദ്ധമായ ഒരു തെരുവിലിരുന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് എനിക്കിങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളി സമൂഹം അത് പരിഹരിക്കും. ജാതി അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങൾക്കൊരാളുടെ നിറം, ഇതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇത് സംബന്ധമായിട്ട് 2-3 കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കുറിപ്പിൻ്റെ പേര് അവയവദാനവും ഐത്താചരണവും എന്നാണ്. ഒരു ഭാഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഭാഗമായിട്ട് ആന്തരികാവയവങ്ങൾ പോലും ജാതി മതം നോക്കാതെ മാറ്റിവെക്കുകയാണ്. വൃക്ക, കരൾ, ഹൃദയം എല്ലാം മാറ്റിവെക്കപ്പെടുകയാണ്. അപ്പം ജാതിയും മതമൊന്നുമില്ല. ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രവാർത്ത. വൃക്ക ഒരേ മതത്തിൽപ്പെടാത്തവരായതുകൊണ്ട് മാറ്റിവെക്കുകയില്ല എന്ന്, മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് ഉത്തരവാദപ്പെട്ട അധികാരികളാണ്, ഏതെങ്കിലും മതസംഘടനകളല്ല പറയുന്നത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതെഴുതിയ ആളെ ഇതുപോലുള്ള പ്രബുദ്ധ സദസ്സിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് മര്യാദക്ക് ഇതൊക്കെ എഴുതാൻ ഏത് സ്കൂളിലെ, ഏത് കോളേജിലെ, ഏത് പൊതുപ്രവർത്തനത്തിൻ്റെ, ഏത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 2 മതത്തിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം പരസ്പരം അത്രമേൽ ഇഷ്ടമാകയായ 2 മനുഷ്യരുടെ വൃക്ക മാറ്റി വെക്കാൻ പറ്റില്ല എന്നെഴുതാൻ ഉപയോഗിച്ച പേന, അതിൻ്റെ കടലാസ്, എഴുതുമ്പോഴുള്ള മാനസികാവസ്ഥ, ഇതെവിടെ നിന്ന് കിട്ടി? വന്നിരിക്കുമ്പോഴും ഒരു ചായ വാങ്ങിക്കൊടുക്കുക, പോകാൻ നേരത്തും ഒരു ചായ വാങ്ങിക്കൊടുക്കുക. ഉന്തലില്ല, തള്ളലില്ല, വിരട്ടലില്ല, മീശ വിരിക്കലില്ല, ഒന്നുമില്ല. ഇതൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. ജാതി നോക്കാതെ, മതം നോക്കാതെ, ഇതൊക്കെ പറയുമ്പോൾ ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. സത്യത്തിൽ ആ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഞാൻ ഈ അവയവദാനവും ഐത്താചരണവും എന്ന് എഴുതാൻ കാരണം, ഒരു ഭാഗത്ത് നമ്മൾ വളരെ വളരെ മുന്നോട്ട് പോവുകയാണ്. അതേ സമയമാണ് ഇവിടെ നേരത്തെ തൊടണ്ട ഇത്ര അടി വിട്ട് നിൽക്കുന്ന ഈ ആന്തരികാവയവങ്ങളൊക്കെ അകത്ത് കയറിയ പിന്നെ അടി വിട്ടുന്നൊരു കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവിടേക്ക് എത്തിയത് വലിയ സമരത്തിലൂടെയാണ്. ആ സമരത്തിൻ്റെ സൽഫലാണ് ഇപ്പോൾ രക്തം നൽകുമ്പോൾ ഇതിൻ്റെ കണ്ടുപിടുത്തത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് 1940 ഒരു PhD തീസിസാണ്. ബാങ്ക്ഡ് ബ്ലഡ് എന്നാണ് അതിൻ്റെ പേര്. ബാങ്ക്ഡ് ബ്ലഡ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം ഈ ലോകമഹായുദ്ധങ്ങളിലൊക്കെ ഒട്ടേറെ രക്തം ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ആശുപത്രിയിൽ ആളുകൾ മരിക്കുകയാണ്. അഴുക്കുചാലിലൂടെ രക്തം ഒഴുകുന്നു. ആശുപത്രിയിൽ വേണ്ട ഗ്രൂപ്പിൽപ്പെട്ടാത്ത രക്തം കിട്ടാത്തതുകൊണ്ട് ആൾ മരിച്ചു പോകുന്നു. ഇത്തരമൊരു അടിയന്തര പശ്ചാത്തലത്തിൽ നടത്തിയൊരു ഗവേഷണ പ്രവർത്തനമാണ് റിച്ചാർഡ് ചാൾസ് ഡ്രൂ എന്നൊരു കറുത്ത ഡോക്ടർ. അത് പ്രത്യേകിച്ച് പറയുന്നേ വേണം. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ചിലപ്പോൾ ജനാധിപത്യവാദികളൊക്കെ ആയിരിക്കും
നിറം പറയുക, ജാതി പറയുക, ലിംഗം പറയുക, ഇതൊക്കെ പറയുന്നത് എന്തോ ഒരു തകരാറാണെന്ന് വിചാരിക്കുന്ന, ഒരു തകരാറുമില്ലാത്ത നല്ല കുറേ മനുഷ്യന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. കറുത്ത ഡോക്ടർ, അതുവരെ റെഡ് ക്രോസ് വരെ വെള്ളക്കാരൻ്റെ രക്തം വേറെയും കറുത്തവൻ്റെ രക്തം വേറെയാണ് സൂക്ഷിച്ചിരുന്നത്. ഇനി മുതൽ അത് സൂക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അത് തെളിയിച്ചതിൻ്റെ പേരിൽ ഈ ഡോക്ടറെ പൂമാലിട്ട് സ്വീകരിക്കുകയല്ല ചെയ്തത്, അയാൾ ജോലി രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. ഇത് 40-ലാണെന്ന് ഓർക്കണം. എന്നിട്ട് അയാൾ ചെയ്തൊരു കാര്യമുണ്ട്. അയാൾ ഉപേക്ഷിക്കപ്പെട്ട പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട്, നിങ്ങൾ 10 ഇരട്ടി മറ്റുള്ളവരെക്കാൾ നന്നായി പഠിക്കണം. അത് ആ കാലത്ത് വലിയ പുരോഗമന പ്രവർത്തനമാണ്. ഉപേക്ഷിക്കപ്പെട്ടവർ, നിതിൻ രാജിന്റെ ബന്ധുക്കൾ, അവരും അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രശ്നം. നിതിൻ രാജ് മാത്രമല്ല, നിതിൻ രാജിന്റെ ബന്ധുവാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. അദ്ദേഹം പഠിപ്പിച്ച കറുത്ത മക്കൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ വിവാഹ പരസ്യത്തിലൊക്കെ എന്തെല്ലാം അസംബന്ധമാണ്. നിറം, ജാതി, ഇതെല്ലാം ചേർത്തുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരയ്യപ്പൻ പറഞ്ഞ ജാതി ചികിത്സ ഏറ്റവും വലിയ മാരകമായ രോഗം, അതിൻ്റെ പ്രകടനം മാത്രമാണ്, രോഗലക്ഷണം മാത്രമാണ് അയിത്തവും ആക്ഷേപിക്കലും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കൊലകൾ നടക്കലും, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ. നമ്മളെ പ്രഭാഷണങ്ങൾ വേണം, പ്രബന്ധങ്ങൾ വേണം, പുസ്തകം വേണം, ഡോക്യു ഫിലിം വേണം, പ്രകടനം വേണം, പോസ്റ്റർ വേണം, ഒക്കെ വേണം. പക്ഷെ അതിൽ മാത്രമായി ഇതിന് പരിമിതപ്പെടാൻ കഴിയില്ല. കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ അപ്പുറത്താണ്. ഞാനിപ്പോൾ നേരത്തെ ആനന്ദ് തെന്തുൽക്കറുടെ പുസ്തകത്തെ പറ്റി പറഞ്ഞു. അതിൽ 2006 കൈർലാഞ്ചി മസാക്കറിനെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ അതിക്രമം നടന്നിട്ട്, ഈ അതിക്രമം നടന്നത് കണ്ടിട്ട് ഞങ്ങളിത് കണ്ടതാണ് എന്ന് പറയാൻ ആളില്ലാത്ത അവസ്ഥ. ഇതാണ് ഇന്ത്യൻ അവസ്ഥ. അതിനേക്കാൾ മെച്ചമാണ് എന്ന് മലയാളിക്ക് അഭിമാനിക്കാം. പക്ഷേ ആപേക്ഷികമായ ആ അഭിമാനത്തിൻ്റെ വാലിൽ എണ്ണ തേക്കാത്ത, അല്ലെങ്കിൽ തേച്ച ബാലഗോപാലന്മാരായി ഇങ്ങനെ ആടിക്കളിക്കാൻ ഇനിയും നമുക്കാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഒത്തുചേരൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് തുടർ പ്രവർത്തനങ്ങൾ. ആ തുടർ പ്രവർത്തനമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഡോക്യു ഫിലിമുകളിൽ, നമ്മുടെ നാടകങ്ങളിൽ, നമ്മുടെ സാഹിത്യകൃതികളിൽ, നമ്മുടെ രൂപകങ്ങളിൽ ഒക്കെയുള്ള മനുഷ്യവിരുദ്ധത നമ്മൾ തുറന്നു കാണിക്കണം. അങ്ങനെ ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രോതസ് സമരകേന്ദ്രമായി മാറണം. രോഗലക്ഷണങ്ങൾക്കെതിരെയുള്ള പ്രതികരണം വേണം, പക്ഷേ ഈ സ്രോതസ്സിനെതിരെയുള്ള പ്രക്ഷോഭം വേണം. അങ്ങനെ സംഭവിച്ചാൽ ഒരു സംശയവുമില്ല. പക്ഷെ അതത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതും നിതിൻ രാജും തമ്മിൽ എന്ത് ബന്ധമെന്ന് പോലും നിങ്ങൾക്ക് തോന്നാം. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതെനിക്ക് കൂടുതൽ വിശദീകരിച്ച് എൻ്റെ തോന്നൽ ബോധ്യപ്പെടുത്താൻ ഈ സമയം കഴിയില്ല. ഇനിയും ആശയസംവാദങ്ങൾ നടക്കുമ്പോൾ അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്. 1948 അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ കരടിൽ പശു ഉണ്ടായിരുന്നില്ല. ഡെഫിനിറ്റ് പശു ഉണ്ടായിരുന്നില്ല. 2, ദൈവത്തിനെ വരെ വോട്ടിനിട്ട് തോൽപ്പിച്ച് ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അങ്ങനെ ദൈവത്തെ തോൽപ്പിച്ച ഒരു ഭരണഘടനയ്ക്ക് അംബേദ്കറുടെ കരട് ഭരണഘടനയിൽ ഇല്ലാതിരുന്ന ഒരു പശുവിനെ ഒന്ന് ഉന്തിയിട്ട് അതിൻ്റെ തൊഴുത്തിലേക്ക് മാറ്റാൻ എന്തേ കഴിയാതെ പോയി? ഒരൊറ്റ കാരണമേ ഉള്ളൂ. പശു ജാതി മേൽക്കോയ്മയുടെ 4 കാൽ അവതരണത്തിൻ്റെ
ഒരു ആവിഷ്കാരമാണ്, ജാതിയാണത്. പക്ഷെ അംബേദ്കർ ഒരു കാര്യം ചെയ്തു, അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലേക്ക് മാറ്റുകയും അതിനെ വിശ്വാസതലത്തിൽ നിന്ന് കാർഷികം എന്ന ഒരു ശാസ്ത്ര കാഴ്ചപ്പാടിലേക്ക് അതിനെ മാറ്റുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം, അത് പല ചരിത്ര പ്രതിഭകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്ന് 1966 ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ നഗ്നരായ സന്യാസിമാരടക്കം പശുവിന് വേണ്ടി നടത്തി. അന്നാണ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ അടുത്തെത്തുന്നത്. അന്നാണ് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടത്. അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് കാമരാജ് നാട തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഏറ്റവും വലിയ സമരം നടന്നത്. പിന്നെ കൂടുതൽ ഇപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ല. യാദൃച്ഛികമായിട്ട് ഇന്ന് ഞാൻ മെഹബൂബിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഇങ്ങനെ ഉള്ള ഒരു പ്രഭാഷണം ഇങ്ങനെ യാദൃച്ഛികമായിട്ട് കേട്ടപ്പോൾ അതിൽ ഭാസ്കര മാഷ് എഴുതി മെഹബൂബ് പാടിയ, എനിക്ക് പാട്ടൊന്നും അറിയില്ല, ഈ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ, പ്രണയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ കക്ഷി പറയാണ് അതിൻ്റെ ആലാപനം കൊണ്ട് അങ്ങോട്ട് ശരിയായി പോയതാണ്. സുഹൃത്തെ, അത് ആലാപനമല്ല. പോത്ത് എന്ന് പറയുന്നത് പിൽക്കാലത്താണ്. ജാതി മേൽക്കോയ്മ കോലം കെടുത്തിയതാണ്. ഏത് പശുവിൻ്റെ മുമ്പിലും പോത്ത് അഭിമാനത്തോടെ അതിൻ്റെ ഉടലഴക് കൊണ്ടും അതിൻ്റെ കരുത്തുകൊണ്ടും മുന്നിലാണ്. പക്ഷെ നമുക്ക് പോത്ത് വേണ്ട, നമുക്ക് എരുമ വേണ്ട. അതുകൊണ്ടാണ് കാഞ്ചായിടയ്യ ബഫലോ നാഷണാലിസം എന്ന പുസ്തകം എഴുതുന്നത്. ഞാനിത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ജാതി മേൽക്കോയ്മയെക്കുറിച്ചുള്ള സൂക്ഷ്മതലത്തിലുള്ള ജനകീയ വിചാരണകളാണ് നിതിൻ രാജിൻ്റെ ധീരമായ രക്തസാക്ഷിത്വം. ആ വാക്കിനൊരു അടിക്കുറിപ്പുണ്ട്, നിതിൻ രാജ് തൊമ്മിയായിരുന്നില്ല. നിതിൻ രാജ് പൊരുതി. ഇഡിയറ്റ് എന്ന് വിളിച്ചപ്പോൾ നീയാണടാ ഇഡിയറ്റ് എന്ന് തിരിച്ചു വിളിച്ചു. ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, അത് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ധീരമായ രക്തസാക്ഷിത്വത്തിലൂടെ സമര പരമ്പരകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് നിതിൻ രാജ് കടന്നുപോയത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമ്മൾ ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള ഒരു വലിയ സമരത്തിൽ, അത് ഇടതടവില്ലാത്തൊരു ഇടപെടലായിരിക്കും, ആയിരിക്കണം. അങ്ങനെ മാത്രമേ ഈ സമരത്തിന് നമ്മൾ ഇന്നൊരു വലിയ പ്രതികരണമാണ്. ഈ പ്രതികരണം കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടക്കുന്നത് കൊണ്ട് മാത്രം, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ അതാണ് അവസാനിപ്പിക്കുന്നത്. പ്രഭാഷണം വേണം, പ്രബന്ധം വേണം, പുസ്തകം വേണം, സിനിമ വേണം, നാടകം വേണം. പക്ഷെ അത് മാത്രം പോരാ. നമ്മളെ തന്നെ അപനിർമ്മിക്കണം, അഴിച്ചു പണിയണം. ഇപ്പം ഞാൻ എന്നെ നോക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അനുവാദം ചോദിക്കാതെ തെറിച്ച് വരുന്നതാണല്ലോ തെറി. അല്ലാതെ നമ്മൾ അനുവാദമൊക്കെ ചോദിച്ച് നമ്മൾ പാസ്സാക്കി കൊടുത്തിട്ട് വരുന്നല്ലോ. അങ്ങനെ വരുന്ന ചില തെറികളിൽ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന പല പദങ്ങളും ആഴത്തിലുള്ള ബോധ്യം കൊണ്ട് റദ്ദാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അഭിമാനം. എന്നാൽ ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ അറിയാതെ, അത് രോഷാകുലമായി പ്രസംഗിക്കുമ്പോൾ പോലും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് ക്ലിക്കാവുക, ഇത് ഒഫൻഡിങ് ആണല്ലോ, അപ്പോൾ അവിടെ വെച്ച് എഡിറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ എഡിറ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവണം. അങ്ങനെ ജാതി മേൽക്കോയ്മയുടെ അവശിഷ്ടങ്ങളോട് പോലും അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ കരുത്തുള്ള ഒരു ജനതക്ക് രൂപം നൽകാനുള്ള ആശയപ്രചാരണത്തിന്റെ ഗംഭീരമായ ചുവടുവെപ്പായി നമ്മുടെ ഈ ഒത്തുചേരൽ മാറട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.